കോഴിക്കോട് ജില്ല SSFന്റെ ആഭിമുഖ്യത്തിൽ ഒരു പ്രതിഷേധ റാലിയും സമ്മേളനവും ഇവിടെ നടക്കുകയാണ്. ഈ സമയത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കൊലകൾ, അക്രമങ്ങൾ, അനീതികൾ ഒരു പുതിയതല്ല. ഒരുപാട് കൊല ശുഹദാക്കളെ സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ ഇസ്ലാമിൻ്റെ പ്രവർത്തനം എന്നും നടത്താൻ കഴിഞ്ഞിട്ടുള്ളത്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രഗത്ഭന്മാരായ പ്രവർത്തകന്മാർക്ക് മുഴുവനും പ്രശ്നങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒന്നാം നിരയിൽ നിൽക്കുന്ന അമ്പിയാക്കന്മാർ പരിശുദ്ധ പരിശോധിച്ചാൽ വിശദമായി കാണാം. ഈർച്ചവാൾ ഉപയോഗിച്ച് കൊല ചെയ്ത പ്രവാചകന്മാർ ഈ സമുദായത്തിലുണ്ട്. അക്രമികളുടെ മർദ്ദനമായിരുന്നു. മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം പരിശോധിച്ചാൽ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിമാരെ പറ്റി പരിശോധിച്ചാൽ, ആ പ്രസ്ഥാനത്തിൽ ഏറ്റവും പ്രശസ്തരായ ആളുകൾ മുഴുവനും പലരും അക്രമികളുടെ മർദ്ദനത്തിന് ഇരയായിട്ടുണ്ട്. ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിന് ഏറ്റവും വലിയ ശക്തി നൽകിയ ഒരു മഹാനാണ്. ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല അൻഹു ക്രൂരമായി കൊല ചെയ്യപ്പെട്ടതാണ്. പക്ഷേ അത് മുസ്ലിം സമൂഹത്തിൽ നിന്നായിരുന്നില്ല, മറ്റ് ഇതര വിഭാഗത്തിൽപ്പെട്ട അക്രമികളായിരുന്നു. സയ്യിദുനാ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു, ഇമാം ബുഖാരി തന്റെ സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ് പരിശോധിച്ചാൽ കാണാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നൊരു വാക്ക്, ഉമർ ഫാറൂഖ് ഇസ്ലാം മതം സ്വീകരിച്ചതിന്റെ ശേഷമാണ് കഅബാലയത്തിന്റെ മുറ്റത്ത് വെച്ച് സമാധാനപരമായി നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന്. അത്രയും പ്രഗത്ഭനായ, പ്രശസ്തനായ, ഏറ്റവും വലിയൊരു ഭരണാധികാരി കൂടിയായ നേതാവാണ് സയ്യിദുനാ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. സുബഹി നിസ്കരിക്കാൻ ഉമർ ഫാറൂഖ് ഭരണം നടത്തുന്ന കാലഘട്ടത്തിൽ പള്ളിയിൽ കടന്നു വന്ന് ഇമാമത്ത് നിന്നു. ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു കൈകെട്ടിയിട്ടേ ഉള്ളൂ. അബൂലുഅലുത്തുന്ന ദുഷ്ടനായ ഒരു മനുഷ്യൻ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊന്നുകളഞ്ഞു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല ഈ സംഭവം വിശദീകരിച്ചുകൊണ്ട് സ്വഹീഹുൽ ബുഖാരിയിൽ പറയുന്നു, ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു നിസ്കാരത്തിന് കൈകെട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഖതലനി, എന്നെ മാരകമായ മുറിവേൽപ്പിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ. ആ ഉമർ ഫാറൂഖ് ആ മുറിയേറ്റുകൊണ്ടാണ് മരണപ്പെട്ടു പോയിട്ടുള്ളത്. ഇങ്ങനെ ചരിത്രത്തിന്റെ താളുകൾ പരിശോധിച്ചാൽ ഇസ്ലാമിന്റെ ആളുകളിൽ നിന്ന് തന്നെ മുസ്ലിം സമൂഹത്തിന്റെ നേതാക്കൾക്ക്, പ്രവർത്തകർക്ക് പീഡനങ്ങള്, കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ശേഷം ഭരണം നടത്തുന്ന ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു തന്റെ വഫാത്തിനോടെടുത്ത സമയത്ത് 40 ദിവസം ഈജിപ്തിൽ നിന്ന് കയറി വന്ന ഏതാനും ചില ചെറുപ്പക്കാർ മുസ്ലിം നാമധാരികൾ തന്നെയാണവർ, അല്ലെങ്കിൽ മുസ്ലിമീങ്ങളാണവർ.
ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു തആല കൊല ചെയ്ത ചരിത്രം കാണാം. വാളുകൊണ്ട് വെട്ടിക്കൊന്നതാണ്, വീട്ടു തടങ്കലിലാക്കി. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തിയത്, പുറത്തുനിന്നും അകത്തുനിന്നും പ്രഗത്ഭന്മാരായ പ്രവർത്തകന്മാർക്ക്, നേതാക്കൾക്ക് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കൊലപാതകം നടന്നിട്ടുണ്ട്. ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്നവർക്കൊന്നും ഉണ്ടാകും ആ സംഭവം. പക്ഷേ രണ്ട് കാര്യമാണ് ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കാം, ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനെ അബൂ ലുഅ്ലുഅത്ത് ദുഷ്ടനായ ഒരു മനുഷ്യനാണ് കൊല ചെയ്തത്. പക്ഷേ അവന്റെ പിന്നിൽ ഈ അബൂ ലുഅ്ലുഅത്തിന്റെ കൂടെ ഏതാനും വ്യക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അബൂ ലുഅ്ലുഅത്ത് എന്ന മനുഷ്യൻ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആലയെ കൊന്നു. ആ അബൂ ലുഅ്ലുഅത്ത് ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആലയെ മാത്രമല്ല, ആ നിസ്കാരത്തിന് സഫ് കെട്ടിയ 7 സഹാബികളെ കൊന്ന് ഈ അബൂ ലുഅ്ലുഅത്ത് ദുഷ്ടൻ. അവസാനം 6 പേരെ മാരകമായി മുറിവേൽപ്പിച്ചു. അതിന്റെ ശേഷം ഈ അബൂ ലുഅ്ലുഅത്ത് സ്വന്തമായി തന്റെ കയ്യിലുള്ള കടാരി കൊണ്ട് സ്വന്തം നെഞ്ചത്ത് കുത്തി സ്വയം ആത്മഹത്യ ചെയ്ത് കളഞ്ഞതാ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ പിടികൂടുമെന്ന് സംശയം തോന്നിയതിന്റെ പേരില്ല. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു മുറിപറ്റി വീണ് കിടക്കുന്ന സമയം സഹീഹുൽ ബുഖാരി സംഭവം വിശദീകരിക്കുന്നുണ്ട്. അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ കൊല ചെയ്ത മനുഷ്യനെ പിടിക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷേ ആ മനുഷ്യൻ സ്വയം ആത്മഹത്യ ചെയ്ത് കളഞ്ഞു. അവന്റെ കൂടെ പ്രവർത്തിച്ച ആളുകൾ ഇവിടെ ഉണ്ട് നമ്മുടെ കയ്യിൽ. ഞങ്ങൾ അവരുടെ നേരെ കൃത്യമായി നടപടി സ്വീകരിക്കാൻ തയ്യാറാണ്. ഇസ്ലാമിന്റെ ഭരണം നിലനിൽക്കുന്നൊരു കാലഘട്ടം. ഉമർ ഫാറൂഖ് തന്നെ മരിച്ചിട്ടില്ല. 4 ഖലീഫമാരുടെ കാലഘട്ടത്തിലല്ലേ പോലീസും പട്ടകളും കൂടെയുള്ളൊരു സമയം. മംലക്കത്തുൽ അറബിയത്തിന്റെ ഭരണം ഈ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആലയുടെ കയ്യിലാണ്. റോമും അതുപോലത്തെ പല രാഷ്ട്രങ്ങളും ഇസ്ലാമിന്റെ കയ്യിലാണ്. ഈ ഒരു കാലഘട്ടം പ്രശസ്തനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല പറഞ്ഞു, നിങ്ങളെ കൊന്ന ആളുകളെ തൊണ്ടി സഹിതം പിടികൂടിയിട്ടുണ്ട്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഞങ്ങൾക്കറിയാം കൃത്യമായി. ഞങ്ങൾ അവരെ നേരെ നടപടി സ്വീകരിക്കട്ടെയോ? ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആലയുടെ മറുപടി ഇമാം ബുഖാരി സഹീഹ് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, ഒരിക്കലും അത് പാടില്ല. ഭരണാധികാരിയെ കൊന്ന മുസ്ലിം ഉമ്മത്തിന്റെ 2ാമത്തെ ഖലീഫ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആലയെ കൊന്ന, അല്ലെങ്കിൽ കൊലക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് പ്രവർത്തിച്ച ഈ ആളുകളെ പറ്റി അവരെ നേരെ നടപടി സ്വീകരിക്കട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ ഉമർ ഫാറൂഖ് മുറിവെറ്റി വീണ് കിടക്കുന്ന സമയത്ത് പറഞ്ഞ മറുപടി ബുഖാരിയിലുണ്ട്. അത് SSFന്റെ പ്രവർത്തകർക്കറിയാം, സുന്നത്തുമായത്തിന്റെ ആളുകൾക്കറിയാം. ഉമർ ഫാറൂഖ് പറഞ്ഞു, അനങ്ങാൻ പാടില്ല. അവർ പേരിലെങ്കിലും മുസ്ലിമീങ്ങളാ. നിങ്ങൾ നിസ്കരിക്കുന്നത് പോലെ നിസ്കരിക്കുന്നവരാണോ? നിങ്ങൾ കഅബത്തിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നത് പോലെ അവരും കഅബത്തിലേക്ക് തിരിഞ്ഞിട്ടാണ് കർമ്മങ്ങൾ നിർവഹിക്കുന്നത്. അതുകൊണ്ട് അവർ തൊടാൻ പാടില്ലെന്ന് പ്രഖ്യാപിച്ച നേതാവാണ്. മരത്തിന്റെ മാത്രമേ നിഷേധിക്കുന്നുള്ളൂ. സയ്യിദുനാ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല പഠിപ്പിച്ചതാ. ഇതാണ് SSFന്റെയും SYSന്റെയും സുന്നത്തുമായത്തിന്റെയും പ്രവർത്തകരുടെ മാതൃക. കേവലം 20 റക്അത്ത് റാവിന്റെ വിഷയത്തിൽ മാത്രമല്ല, ഒരു മുസ്ലിമായ മനുഷ്യൻ എന്ത് ചെയ്യണം, എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ വിശ്വസിക്കണം, മഹാന്മാരായ സ്വഹാബത്തിന്റെ ഖുലഫാഉൽ അർബഅത്തിന്റെ ചരിത്രമാണ് നമുക്ക് നോക്കേണ്ടത്. അതുകൊണ്ടാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഒരു സംശയമില്ലല്ലോ, ഭരണാധികാരിയാണ്, പട്ടാളം അദ്ദേഹത്തിന്റെ കൂടെയാണ്, പോലീസ് അദ്ദേഹത്തിന്റെ കൂടെയാണ്,
ഭരണചക്രം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല തങ്ങളാ. കൊല്ലണം, ഈ തോന്നിവാസം കാണിച്ചവരെ കൊല നടത്തണമെന്ന് തീരുമാനിച്ചാൽ ഒരു സംശയവുമില്ല, നടപ്പിലാകുമെന്നത് ഉറപ്പല്ലേ? പക്ഷെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അതല്ല, ഇസ്ലാം പഠിപ്പിച്ചതല്ല. നിങ്ങളെ കൂടെ നിസ്കരിച്ചത്, നിങ്ങളെ കൂടെ ഖിബലക്ക് തിരിഞ്ഞ് നിങ്ങളെ കൂടെ ജീവിക്കുന്നൊരു മനുഷ്യൻ പോട്ടെ, ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ ഒരു മറ്റു മതത്തിൽപ്പെട്ട ഒരു അനുയായി, ഒരു മനുഷ്യൻ, അവന്റെ ശരീരത്തിൽ രക്തം ഒലിപ്പിക്കാൻ പാടില്ലെന്ന് പഠിപ്പിച്ച നേതൃത്വമാണ് ഉമർ ഫാറൂഖ് അടക്കമുള്ള, ഉസ്മാൻ ബിൻ അഫ്ഫാൻ അടക്കമുള്ള മുഴുവൻ മഹാന്മാരുടെയും ഉപദേശം. ആ നേതൃത്വത്തിലാണ് നമ്മളുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് പ്രതികരിക്കാൻ കഴിയാത്തെന്ന വസ്തുത ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾ ആലോചിച്ചതോ? പക്ഷെ ഒരു കാര്യം ഓർമ്മപ്പെടുത്താതിരിക്കാൻ പറ്റില്ല. ഇവിടെ നേരത്തെ പലരും പറഞ്ഞു, ഇവിടെ കൊല സാധാരണ രീതിയിൽ പലപ്പോഴും നടക്കാറുണ്ട്. അതിന്റെ പേരിൽ പ്രശ്നങ്ങൾ പലതും സൃഷ്ടിക്കപ്പെടാറുണ്ട്. ഒരു മനുഷ്യനെ കൊന്ന് ആ മനുഷ്യന്റെ കുടുംബം വേദനിക്കുമ്പോൾ തന്നെ നാട്ടുകാരെയും വേദനിപ്പിക്കുന്ന ഹർത്താലും ബന്ധുക്കളും നടക്കാറുണ്ട്. നിങ്ങൾ ചിന്തിച്ചോ? അക്രമം നടത്താൻ പ്രയാസമൊന്നുമില്ല, ആരും അങ്ങനെ ധരിക്കരുത്. നിങ്ങൾ നേരത്തെ ഓരോ വ്യക്തികളെ കൊന്നു, ഇപ്പോൾ 2 എണ്ണമായി മാറിക്കുന്നു കൊല. ഇനി ഒരു പക്ഷേ 3ഉം 4ഉമാകാൻ സാധ്യതയുണ്ട്. ഒറ്റക്കാരൻ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഈ കൊല നടന്നതിന്റെ ശേഷം ഇവരെ കൊല ചെയ്യപ്പെടേണ്ടവരാണെന്നതിന് എന്തെങ്കിലും ഒരു രേഖ, അത്രയും ക്രൂരമായ പ്രവർത്തനം ഇവർ നടത്തിയിട്ടുണ്ട് എന്ന് ഏതെങ്കിലും കക്ഷികൾ പറഞ്ഞോ? അവർക്ക് ഓശാന പാടുന്നവർ പറഞ്ഞോ? ആർക്കെങ്കിലും പറയാൻ കഴിഞ്ഞോ? എന്തിനു മണ്ണാർക്കാട്ട് 2 മനുഷ്യന്മാരെ കൊന്നു? എന്താണ് അവർ ചെയ്ത തെറ്റ്? മനുഷ്യന്റെ മുമ്പിൽ കൊല ചെയ്യപ്പെടേണ്ട ആളുകളാണ് അവരെ കൊന്ന് തീർത്തും ശരിയാണ്. അതിന് മതിയായ കാരണങ്ങൾ അവരിൽ ഉണ്ടായിരുന്നു എന്ന് പറയാൻ ഇവിടെ ആർക്ക് കഴിഞ്ഞു? ആർക്ക് കഴിയും? പരിശുദ്ധ ദീനിന് വേണ്ടി പ്രവർത്തിച്ചു എന്നതല്ലാതെ ആ കൊല ചെയ്യപ്പെട്ട ചെറുപ്പക്കാരൻ രാവിലെ മദ്രസയിൽ മുഅല്ലിമായി സേവനം ചെയ്യുന്നുവെന്നാണ് ഞാൻ കേട്ടത്. ആ മദ്രസയുടെ നടത്തിപ്പിന് വേണ്ടി നിങ്ങൾ ചിന്തിക്കണം, പിഞ്ചു മക്കൾക്ക് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാൻ, പിഞ്ചു മക്കൾക്ക് അല്ലാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ, പിഞ്ചു മക്കൾക്ക് പരലോകത്തിന്റെ ബോധം സൃഷ്ടിക്കാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 2 വ്യക്തികളെ കൊന്നത് എന്തുകൊണ്ടൊക്കെ അറിയുന്ന? എന്താണ് ഇത്രയും വലിയ ഗുരുതരമായ കൊലപാതകം വെട്ടി? ഇതിന്റെ ഒരു കാരണം പറയാൻ കഴിയോ? പാവപ്പെട്ട ഒരു അബ്ദുൽ ഖാദർ, അദ്ദേഹത്തിന്റെ വയസ്സായ മാതാപിതാക്കളെ വളർത്താൻ, അവർക്ക് ഒരു നേരത്തെ ആഹാരം നൽകാൻ അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹം ജോലി കഴിഞ്ഞ തിരിച്ച് വീട്ടിലേക്ക് കടന്നു വരുന്നു. രാത്രി സമയത്ത് തലയിൽ ആണി തറച്ചു കൊന്നു. എന്തേ ഈ അബ്ദുൽ ഖാദർ ചെയ്തത്? നിങ്ങൾക്ക് പത്രത്തിൽ എഴുതിക്കൂടെ ഇന്ന കാര്യമാണ് ചെയ്തതെന്ന്? കൊലക്ക് പറ്റുന്ന വല്ല കാരണവും പറയാൻ കഴിയോ? ഇവിടെ നടന്ന മനുഷ്യന്മാർ മുഴുവനും ഒരുപക്ഷെ SYSന്റെ പ്രവർത്തകരാണ്, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരാണ്, ദീനിന്റെ പ്രവർത്തകരാണ് എന്നതിൽ കവിഞ്ഞ കൊല്ലാൻ പറ്റുന്ന എന്ത് തെറ്റ് ചെയ്തു അവരാ? ആർക്കെങ്കിലും അവകാശപ്പെടാൻ കഴിയോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കണം, ഇതൊരു ശക്തിയല്ല. 10-15 പേര് ഒരുമിച്ച് നിന്ന് കൂരിട്ടിൽ മാറി നിന്ന് ഒരു മനുഷ്യൻ കയറി വരുമ്പോ മൂർച്ചയുള്ള കത്തി കൊണ്ട്, കൊടുവാൾ കൊണ്ട് വെട്ടിക്കൊല്ലൽ, അതൊരു ധൈര്യമുള്ള ശുജാഅത്തുള്ള പ്രവർത്തനമായി കാണാൻ പറ്റില്ല. ആർക്കും കഴിയും. ഈ SSFന്റെ മക്കള് 5-10 ആളുകൾ ഒരുമിച്ചാൽ ഒരാളെ കൊല്ലാൻ എന്താണ് പ്രയാസമുള്ളത്? ഇതൊരു തന്റെ ഇടമാണോ? ഇതൊരു ശക്തിയാണോ? നിങ്ങൾ ചിന്തിച്ചതോ? ഒരു അംഗീകരിക്കപ്പെടുന്ന സംഭവമാണോ? തിരിച്ച് ആ കൂട്ടത്തിൽപ്പെട്ട ഏതെങ്കിലും മനുഷ്യൻ രാത്രി വീട്ടിലേക്ക് നടന്നു വരുമ്പോ ഈ രീതിയിൽ അവരെ കൊല്ലാൻ പ്രയാസമുണ്ടോ? നിങ്ങൾ ആലോചിച്ചോ?
അതിന് വലിയ കഴിവ് ആവശ്യമുണ്ടോ? ആൾക്കൂട്ടം ആവശ്യമുണ്ടോ? ശക്തി വേണോ? ബാക്കി കോടതിയിൽ നോക്കാമെന്ന് വെച്ചാ പോരെ. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ ഈ രംഗത്ത് ക്ഷമിക്കുന്നുവെങ്കിൽ സയ്യിദുനാ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ് പരിശോധിച്ചാൽ കാണാൻ കഴിയും, അനുയായികൾ ആവശ്യപ്പെടുന്നു ആ ഉമർ അൽ ഫാറൂഖിനെ കൊന്നവരെ നേരെ പ്രതികാരം നടത്താൻ. കൊല്ലാൻ പ്രവർത്തിച്ചവരെ, അതിന്റെ പിന്നിൽ അണിതരുന്നവരെ, അതിന് അവസരമുണ്ടാക്കിയവരെ, പ്രചോദനം നൽകിയവരെ വഴിക്ക് വെച്ച് കൊല ചെയ്യാൻ ഉമർ അൽ ഫാറൂഖ് സമ്മതിച്ചിട്ടില്ല. ഭീരുത്വമാണെന്ന് പറയാൻ കഴിയുമത്? ഭരണാധികാരിയല്ലേ? ശക്തിയുണ്ടെങ്കിൽ പോലും പ്രതികരിക്കാൻ പാടില്ലെന്ന് പഠിപ്പിച്ചൊരു മതം, അതാണ് പരിശുദ്ധ ഇസ്ലാം. അതാണ് ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു കാണിച്ചു തന്നിട്ടുള്ളത്. അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. നിങ്ങൾ പരിശോധിച്ചതോ, സുമയ്യ എന്നൊരു പെൺകുട്ടി, ഒരു സഹോദരി വളരെ മൃഗീയമായി കൊല ചെയ്തില്ലേ? മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി എന്ത് ചെയ്തു? യാ ആല യാസിർ, നിങ്ങൾ ക്ഷമിക്കുക, നിങ്ങൾ ക്ഷമിക്കുക. അഫഹസ്ബതും അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ, സ്വർഗം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഇതുപോലത്തെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും. നിങ്ങൾ ക്ഷമയുള്ളവരായി മാറുക. ഖുർആൻ പഠിപ്പിച്ചത് അതാണ്, മുഹമ്മദ് നബി പഠിപ്പിച്ചതാണ്, ഉമർ അൽ ഫാറൂഖ് പഠിപ്പിച്ചതാണ്. ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ ഈജിപ്തിൽ നിന്ന് കയറി വന്ന ഏതാണ് ചെറുപ്പക്കാർ വീട്ടിൽ തടങ്കലിലാക്കി, നോമ്പ് തുറക്കാനുള്ള വെള്ളം പോലും നൽകാതെ അവസാനം ആ 40 ദിവസം സുന്നത്ത് നോമ്പ് നോറ്റ് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു നീക്കമുണ്ടായിരുന്നത്, ജീവിതമുണ്ടായിരുന്നത്. സഹാബിമാർ അന്വേഷിച്ചു, നിങ്ങൾ എന്തിന് വീട്ടു തടങ്കലിൽ കഴിയണം? നിങ്ങൾ ഇവിടുത്തെ ഭരണാധികാരി, എല്ലാ സെറ്റപ്പും നിങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങളുടെ പരിപൂർണമായ പിന്തുണയുണ്ട്. ഈ കയറി വന്ന 40 പേരെ എന്തു ചെയ്യാൻ കഴിയും? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മറുപടി എന്താ? ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം ഞാൻ സ്വീകരിക്കുന്നു. ആ റസൂലുള്ളാഹി കിടക്കുന്ന റൗള ശരീഫിന്റെ മുറ്റത്ത് വെച്ച മുസ്ലിം നാമധാരികളാണെങ്കിൽ, മുസൽമാന്റെ പേരിൽ ജീവിക്കുന്നവരാണെങ്കിൽ അവർ രക്തം ഈ ഭൂമിയിൽ ഉറ്റിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മഹാനായ ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു മറുപടിയാണ് നാം ചിന്തിക്കേണ്ടതാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഒറ്റക്കാരെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നതാ, കൊന്ന് ഈ പ്രസ്ഥാനത്തിനെ ഇല്ലായ്മ ചെയ്യാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. കൊല്ലാൻ കഴിയും, നിങ്ങൾക്കൊരു പക്ഷേ ഇനിയും ആളുകളെ കൊല്ലാൻ കഴിയും. അതുകൊണ്ട് ഈ പ്രസ്ഥാനം തകരുമെന്ന് ചിന്തിക്കരുത്. പ്രസ്ഥാനം നിലനിൽക്കുന്നത് ആശയത്തിന്റെ ആശയപരമായി സത്യമായത് കൊണ്ടാണ്. ആശയത്തിന്റെ പാപ്പരത്വം ശത്രുക്കളെ വേദനിപ്പിക്കുമ്പോൾ പലർക്കും പ്രയാസങ്ങൾ ഉണ്ടാകുന്നു. നമ്മൾ ഇവിടെ പൊളിഞ്ഞു പോകും, തകർന്നു പോകുമെന്നോ ഇതിന്റെ പേരിലാണ് ഈ കൊല നടത്തുന്നത്. പക്ഷെ അവരൊരു കാര്യം ഓർക്കേണ്ടതാ, കൊന്ന് ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിനെ നശിപ്പിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഇസ്ലാമിനെ നശിപ്പിക്കാൻ കഴിയേണ്ടതായിരുന്നു. പ്രശസ്തരായ ഒരുപാട് ആളുകളെ കൊന്നുപോയിട്ടുണ്ട്, ഷഹീദായിട്ടുണ്ട്. പക്ഷെ ആ പ്രസ്ഥാനത്തിന് ഒരു ക്ഷീണവും സംഭവിച്ചിട്ടില്ല. അത് നാൾക്ക് നാൾ വളർന്ന ചരിത്രം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇതറിയാവുന്നവരാണ് മറുഭാഗത്തുമുള്ള ആളുകളെന്ന് ഞാൻ ഉറപ്പെടുത്തുകയാണ്. ഇവരോട് ഉറപ്പെടുത്താനുള്ളത്, ഈ അക്രമം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഈ ഫലം അനുഭവിക്കേണ്ടി വരും. നിങ്ങളെ പ്രസ്ഥാനം ഈ ലോകത്ത് വളർത്താൻ കഴിയില്ല, ആശയം വളർത്താൻ കഴിയില്ല, ആശയം ഇല്ലാത്തത് കൊണ്ട് തന്നെ. അതുകൊണ്ട് ഇത്തരം ക്രൂരമായ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണം. ഇല്ലെങ്കിൽ അപകടകരമാണ്. മാത്രമല്ല, ബുദ്ധിജീവികളായ പലരും ഈ നാട്ടിലുണ്ട്. നമ്മളെ കൂടെയുള്ളവരുണ്ട്, കൂടെയില്ലാത്തവരുണ്ട്, പുറത്തുനിന്ന് വീക്ഷിക്കുന്ന ആളുകളുണ്ട്. അവർ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറാകും. ഇതൊക്കെ
പത്രങ്ങളിലൂടെയും അല്ലാതെ ലോകം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് നിങ്ങളെ ശക്തിയാണ്, നിങ്ങളുടെ ആത്ഭരമാണ്, നിങ്ങളെ പവറാണ് എന്ന് ചിന്തിക്കരുത്. അതാ ഞാൻ പറഞ്ഞത്. മാറി നിന്നുകൊണ്ട്, ഒളിഞ്ഞു നിന്നുകൊണ്ട് 10-15 പേര് ഒരുമിച്ച് നിന്നാൽ ഇവിടുത്തെ ആരെയും കൊല്ലാൻ കഴിയും, ഏത് നേതാവിനെയും കൊല്ലാൻ കഴിയും. ഈ ഇന്ത്യ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി കൊല ചെയ്യപ്പെട്ടു പോയിട്ടുണ്ട്. പട്ടാളമില്ലാതിട്ടാണോ, പോലീസ് ഇല്ലാതിട്ടാണോ? അങ്ങനെ ഒരു വിഭാഗം ആളുകൾ, ചെറിയൊരു ന്യൂനപക്ഷം മതി അതിന്. അത്തരം ആളുകൾ തുനിഞ്ഞാൽ അത് നിങ്ങളുടെ നേട്ടമാണ് ചിന്തിക്കരുത്. ഇന്ത്യന്റെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഒന്നും സംഭവിച്ചു. അതേ ഇന്ത്യ രാജ്യത്തിന്റെ മറ്റൊരു പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിക്ക് ഒന്നും സംഭവിച്ചു. കാര്യം ഈ കൊല ചെയ്യപ്പെടുന്നു നമ്മുടെ കൂട്ടത്തിൽ ഏതാനും ചില വ്യക്തികളെ. ഇത് AP ഗ്രൂപ്പിന്റെ പരാജയമാണ് ചിന്തിക്കണ്ട, അവരെ കഴിവുകേടാണ് ചിന്തിക്കണ്ട, ഭീരുത്വമാണ് ചിന്തിക്കണ്ട. അങ്ങനെ തുനിഞ്ഞാൽ ആരെയും കൊല്ലാൻ കഴിയും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒരൊറ്റക്കാരും ഓർമ്മപ്പെടുത്തുന്നത് ആ പ്രവർത്തനത്തിൽ നിന്ന് പിന്മാറണം. ആ പ്രവർത്തനത്തിൽ നിങ്ങൾ പിന്മാറുന്നില്ലെങ്കിൽ സംഭവം വളരെ അപകടമായിരിക്കും. അതിന്റെ പേരുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ വലുതായിരിക്കും. സുന്നത്തുമായത്തിന്റെ പ്രവർത്തകന്മാരുടെ ക്ഷീണമാണെന്ന് ധരിക്കരുത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെയും ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങളുടെയും നിരന്തരമായ നിർദ്ദേശങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഈ പ്രവർത്തകന്മാർ മുഴുവനും SSFന്റെയും SYSന്റെയും നമ്മുടെ മുഴുവൻ പ്രവർത്തകന്മാരും ഇതിന്റെ എതിരുള്ള ഒരു ചലനവും സൃഷ്ടിക്കാതെ മരിച്ചവർക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, അവരെ കുടുംബത്തിന് സമാധാനമുണ്ടാകാൻ ദുആ നടത്തുകയാണ്. ഒരു 10-15 ആള് രാത്രിയുടെ കൂരിട്ടിൽ മാറി നിന്നിട്ട് ഒരു മനുഷ്യനെ കൊല്ലാൻ എന്ത് പ്രയാസമാണ്. പക്ഷേ അതിന് തുനിയുന്നില്ല, തുനിയാൻ പാടില്ല. ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയ പോലെ തറാവീസ്കാരത്തിൽ മാതൃക മാത്രമല്ല ഉമറുൽ ഫാറൂഖിന്റെ മാതൃക, ഖുലഫാഉൽ അർബഅത്തിന്റെ മാതൃക. നമ്മളെ ആക്രമിക്കപ്പെടുമ്പോഴും നമ്മളെ കൊല ചെയ്യപ്പെടുമ്പോഴും നാം സ്വീകരിക്കേണ്ട ലൈൻ എന്ത്? മഹാന്മാരായ ഖുലഫാഉൽ അർബഅത്തും അസ്റഫുൽ ഹഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നമ്മളെ പഠിപ്പിച്ചതാ. അതുകൊണ്ട് ആ പഠിപ്പിച്ചതുപോലെ പ്രവർത്തന രംഗത്ത് ശക്തമത്തായി മുന്നേറാൻ, ഒരിക്കലും കൊന്നി സമുദായത്തിന് അവസാനിപ്പിക്കാൻ കഴിയില്ല എന്ന പരിപൂർണമായ ബോധ്യം, അറിവ് നിലനിർത്തിക്കൊണ്ട് ശക്തമത്തായി സുന്നത്തുമായത്തോടെ പ്രവർത്തിക്കുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അർഹമുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് കൊല ചെയ്യപ്പെട്ട വ്യക്തികൾ അള്ളാഹുർക്ക് വലിയ പ്രതിഫലം നൽകി ആദരിക്കുമാറാവട്ടെ. ശുഹദാക്കൾക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം വളരെ വലുതാ. ആ കുടുംബത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല സമാധാനവും റഹ്മത്തും നൽകുമാറാവട്ടെ. നമുക്കതാണ് കരണീയം, നമുക്കതാണ് ആവശ്യം. നമ്മളെ മഹാന്മാരായ ആളുകൾ പഠിപ്പിച്ചതാണ്. ആ മാതൃകയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് പ്രവർത്തനത്തിൽ പതറാതെ മുന്നോട്ട് നീങ്ങാൻ നാം ഒക്കെ ശ്രമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന് നീണ്ടകാല ഖിദ്മത്ത് ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ അക്രമം നടത്തുന്ന, അനീതി നടത്തുന്ന, കൊല നടത്തുന്ന ആളുകൾക്ക് അള്ളാഹു തആല സത്യം മനസ്സിലാക്കി കൊടുത്ത് ഹിദായത്ത് അള്ളാഹു കൊണ്ടുവരുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ച് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ച് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.